Hi learners, welcome to I Plus Training Solutions. അപ്പോൾ നമുക്ക് നമ്മളുടെ സെറ്റ് എക്സാമിനും നെറ്റ് എക്സാമിനും ഒക്കെ കൊമേഴ്സ് ഏരിയയിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനകത്ത് ഡിവിഡൻഡ് ഡിസിഷനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഡിവിഡൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതേപോലെ കമ്പനി അക്കൗണ്ട്സിലും ഒക്കെ നമ്മൾ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം പല ഏരിയാസിലും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ തരത്തിലുള്ള ഡിവിഡൻറ്റുകളും എന്താണെന്ന് ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് നോക്കിയാലോ. സോ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ഫേം. കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ആണ് അല്ലേ. കമ്പനിയിലെ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗത്തെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. ഈ ഡിവിഡൻഡ് തന്നെ പല തരത്തിലുള്ള ഡിവിഡൻഡുകൾ ഉണ്ട് അല്ലെ. അപ്പോൾ ഓരോ തരത്തിലുള്ള ഓരോ പേരുകളും എന്താണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമൺ ഫോം ഓഫ് ഡിവിഡൻഡ്. സാധാരണഗതിയിൽ കൊടുക്കുന്ന ഡിവിഡൻഡ് ആണ്. പ്രോഫിറ്റ് ഉണ്ടാകുന്നു, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഒരു ഭാഗം, ഒരു വിഹിതം ക്യാഷ് ആയിട്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെ നമുക്ക് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയാം. സെക്കൻഡ് വൺ ഈസ് സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർസ് എന്ന് പറയും. സ്റ്റോക്ക് ഡിവിഡൻഡിന്റെ പ്രത്യേകത എന്താ? ക്യാഷ് ആയിട്ടല്ല ഡിവിഡൻഡ് കൊടുക്കുന്നത്, പകരം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് ഷെയറുകളായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാഷിന് പകരം ഷെയറുകൾ കൊടുക്കുന്നതാണ് സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർസ്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് പ്രോഫിറ്റിന്റെ ഒരു ഭാഗമായിട്ട് ക്യാഷ് കൊടുക്കില്ല, പകരം കമ്പനിയുടെ അഡീഷണൽ ഷെയറുകൾ കൊടുക്കും. ഇറ്റ് ലീഡ്സ് ടു ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു ബോണസ് ഷെയറുകൾ കൊടുക്കുന്ന സമയത്താണ് എന്നൊരു കാര്യം ഒന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടി ഡിവിഡൻഡ് ആണ്. പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ലാത്ത ഒരു തരം ഡിവിഡൻഡ് ആണ്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ. പ്രോപ്പർട്ടീസ് ആണ് കൊടുക്കുന്നത്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗമായിട്ട് കൊടുക്കുന്നത് ക്യാഷ് അല്ല, കമ്പനിയുടെ അസറ്റുകളായിരിക്കും. ഇപ്പോൾ സ്റ്റോക്ക് ആകാം, ഇൻവെന്ററീസ് ആകാം, അല്ലെങ്കിൽ എക്യുപ്മെന്റുകളാകാം. കമ്പനിയുടെ അസറ്റുകൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. സ്ക്രിപ്പ് ഡിവിഡൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് കമ്പനിക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായെങ്കിലും കമ്പനിക്ക് ആ പ്രോഫിറ്റ് മറ്റേതെങ്കിലും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ട്. അപ്പൊ അതിലേക്ക് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പൊ പ്രോഫിറ്റ് കൊടുക്കില്ല, പകരം അവർക്കൊരു പ്രോമിസറി നോട്ട് കൊടുക്കും. ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നീട് ഇത്ര ഒരു എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് തന്നുകൊള്ളാം എന്ന് പറഞ്ഞൊരു പ്രോമിസറി നോട്ടുകൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്ക്രിപ്പ് ഡിവിഡൻഡ് എന്ന് പറയാം. കമ്പനിക്ക് ഇപ്പോൾ ക്യാഷ് ഷോർട്ടേജ് ഉള്ള സമയത്തോ അല്ലെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായ സമയത്ത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്പനിയുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റിനെ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം അതെടുത്ത് കമ്പനി അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, റീ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അതിന് പകരം ഒരു പ്രോമിസറി നോട്ട് എഴുതി കൊടുക്കും. നിങ്ങൾക്ക് പിന്നീട് ഡിവിഡൻഡ് തരാം എന്ന് പറഞ്ഞൊരു പ്രോമിസറി നോട്ട് കൊടുക്കും. അപ്പോൾ ഷെയറിന് പകരം ഡിവിഡൻഡിന് പകരം പ്രോമിസറി നോട്ടുകൾ കൊടുക്കുന്നതാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. ദെൻ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത്, ആ പേരിൽ തന്നെ ഉണ്ട്, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഭാഗമാണ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പനിയുടെ ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കുന്നതാണ്. അതായത് കമ്പനിയുടെ അസറ്റുകളൊക്കെ വിറ്റ് കിട്ടുന്ന ആ ഒരു എമൗണ്ടിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇന്ററിം ഡിവിഡൻഡ് ആണ്. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുമ്പോഴും ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് 2 പീരീഡിന്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്ന ഡിവിഡൻഡുകളാണ്. അതായത് ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ 2 ബാലൻസ് ഷീറ്റിന്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്ന ഡിവിഡൻഡുകളെയാണ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫൈനൽ ഡിവിഡൻഡ് ആണ്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് ഫൈനൽ ഡിവിഡൻഡ്. ദെൻ സ്പെഷ്യൽ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കമ്പനിക്ക് ചില സമയത്ത് എക്സെപ്ഷണൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് എക്സ്ട്രാ കൊടുക്കുന്ന ഡിവിഡൻഡുകളാണ് സ്പെഷ്യൽ ഡിവിഡൻഡ്. അതൊരു വൺ ടൈം പേയ്മെന്റ് ആയിരിക്കും, റെഗുലർ ആയിട്ട് കൊടുക്കില്ല. ഹൈ പ്രോഫിറ്റ് ഉള്ള സമയത്ത് മാത്രം അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഡിവിഡൻഡുകളാണ് സ്പെഷ്യൽ ഡിവിഡൻഡ്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ഡിവിഡൻസിനെ പറ്റി സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. താങ്ക് യു.